നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് റയാൻ കോഗ്ലറിൻ്റെ പുതിയ സിനിമയായ സിന്നേഴ്സിനെ കുറിച്ചാണ്. ഞാൻ സിന്നേഴ്സ് കണ്ടത് 4K ലേസർ ഐമാക്സിലാണ് കൊച്ചിയിലുള്ള. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ പരമാവധി ഐമാക്സിൽ തന്നെ കാണുക, പറ്റുവാണെങ്കിൽ 4K ലേസർ ഐമാക്സ് തന്നെ കാണുക എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ഐമാക്സ് ഫിലിം ക്യാമറ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഇതിനൊരു ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിരിക്കും കാണാൻ. പിന്നെ ഈ സിനിമ 2.76 ആണ് റേഷ്യോ. പക്ഷേ ഇത് ഐമാക്സ് സീക്വൻസുകൾ വരുമ്പോൾ 1.9 റേഷ്യോയിലേക്ക് സ്വിച്ച് ചെയ്യും. ആ സ്വിച്ചിൻ്റെ റേഷ്യോ ഡിഫറൻസ് കാരണം അത് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ആക്ച്വലി. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ മാക്സിമം സിനിമാസ് തന്നെ സിനിമ കാണണം, കാരണം സിനിമ അത്ര മികച്ചതാണ്. അത് മാത്രമല്ല, പറ്റുവാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ പെർഫെക്റ്റ് മൂവി ഫോർ ഐമാക്സ്. സൗണ്ടാണെങ്കിലും പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും ഒരു രക്ഷയില്ല, അമ്മാതിരി ലെവലിലാണ് ഐമാക്സിൽ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഐമാക്സിൽ കണ്ടത്, അപ്പോൾ നിങ്ങളും ഐമാക്സിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ സിന്നേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ഫിലിം ഓഫ് 2025 ആണ് സിന്നേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി സിനിമ കണ്ടിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രണ്ടാമത് കാണണം ഈ സിനിമ എന്നാണ് തോന്നിയിട്ടുള്ളത്. ഈ അടുത്തായിട്ട് ഞാൻ കണ്ട പല സിനിമകളും എനിക്ക് അങ്ങ് കംപ്ലീറ്റ്ലി വർക്കായില്ല. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷയുടെ അമിതഭാരമായിട്ടാണ് ഞാൻ പോയത്. കാരണം ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുന്ന സമയത്ത്. ഹോളിവുഡിൽ ഇതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഓൾറെഡി ഇത് പുറത്തുനിന്ന് ഓൾറെഡി കണ്ടിരുന്നു. എല്ലാവർക്കും പോസിറ്റീവ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ കൂടുതലായിരുന്നു. ഓൾറെഡി എനിക്ക് ട്രെയിലേഴ്സൊക്കെ കണ്ട് ഇഷ്ടമായിരുന്നു. പിന്നെ റയാൻ കോഗ്ലറിന് എനിക്കിഷ്ടമാണ്, പുള്ളിയുടെ സിനിമകളെല്ലാം എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഒരു പ്രതീക്ഷ കൂടുമ്പോൾ എപ്പോഴും നമുക്കത് ഒരു സിനിമ കാണുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ട് പതുക്കെ ബാധിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്കിത് എല്ലാവരും പറഞ്ഞതിനേക്കാളും ഇഷ്ടമായി എന്നുള്ളതാണ് സത്യം. വളരെ റെയറാണ് അങ്ങനെ സിനിമയിൽ സംഭവിക്കുക എന്നുള്ളത്. കാരണം ഈ സിനിമയിൽ 25 മിനിറ്റാണ് ഐമാക്സ് സീക്വൻസുകളുള്ളത്. സിനിമ ഒരു 2 മണിക്കൂർ ജസ്റ്റ് മേലെയുള്ള സിനിമയാണ്. 2 മണിക്കൂർ 15 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു പീരീഡ് പീസാണ്. 1930 നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം ആക്ച്വലി ഒരു സ്ഥലത്ത് വെച്ച് സംഭവിക്കുന്ന കാര്യം, ഒരു രാത്രി നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ദിവസം നടക്കുന്ന കാര്യമാണ്. മെയിൻലി ഒരു ദിവസം രാത്രി നടക്കുന്ന കാര്യമാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ കുറച്ച് സ്ലോ എന്ന് വെച്ചാൽ പടം സെറ്റപ്പ് ചെയ്യുന്നതാണ്. സെറ്റപ്പ് ചെയ്ത് ഒരു ടൈം വരുമ്പോൾ ഇതിൽ വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുതൽ സിനിമ ഭയങ്കര ഫാസ്റ്റ് ആവും. പിന്നെ അവസാനം തൂത്തുവാരി അടി, പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര മെറ്റമോർഫിക്കൽ സിനിമയാണ്. ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഈ സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു സാധാരണ ഒരു വാമ്പയർ ആക്ഷൻ മൂവിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഒരു കുഴപ്പമില്ല, അങ്ങനെ കണ്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ സിനിമയിൽ കാണിക്കുന്ന രംഗത്തിനേക്കാൾ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റീഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. അതായത് ശ്രവണസുഖം, നയനസുഖം, മനസുഖമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. അതായത് ഈ മെറ്റമോർഫ്സ് പറയുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും, ഇല്ലെങ്കിൽ നമ്മളത് അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും ഈ സിനിമ ആക്ച്വലി വർക്കാവും. നിങ്ങൾക്ക് ഒരു എൻജോയബിൾ മൂവിയായിട്ട് തന്നെ കാണാൻ പറ്റും. പക്ഷെ അതല്ലാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. കാരണം അത് ആ രീതിയിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. ആക്ടിംഗ് ആണ് ഒരു രക്ഷയില്ല. മൈക്കിൾ ബി ജോർദൻ ട്വിൻ റോള്, വ്യത്യസ്തമായ 2 ട്വിൻ ക്യാരക്ടറാണ്. പുള്ളി സൂപ്പർബായിട്ട് ചെയ്തു, ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രീച്ചർ ബോയ് അഭിനയിക്കുന്ന പുതിയൊരു ആക്ടറാണ്. പുള്ളിക്കാരൻ വേറൊരു പടവും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. വെരി സർപ്രൈസിങ്, ഒരു രക്ഷയില്ലായിരുന്നു പുള്ളി. പിന്നെ ഹെയ്ലി സ്റ്റൈൻഫീൽഡ് ആണെങ്കിലും പിന്നെ മറ്റൊരു ഹീറോയിനാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. പേരെനിക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ്. എല്ലാവരും വില്ലായിട്ട് അഭിനയിച്ച, വാമ്പയറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനും, ചെറിയ റോളിലും വലിയ റോളിലും വന്ന എല്ലാവരും കിടുക്കൻ. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രഫിയാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു ഷോട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എഴുതിയിരിക്കുന്നതും അത് കൺസീവ് ചെയ്തിരിക്കുന്നതും അതവർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നും അത്രയും മികച്ച രീതിയിലാണ് ആ സീക്വൻസ്. എല്ലാം ഉണ്ട്. എൻ്റെ മ്യൂസിക് ചെയ്ത ലുഡ്വിക്കിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. ബ്ലാക്ക് പാന്തർ മ്യൂസിക് കേട്ടവരാരും പുള്ളിനെ മറക്കാൻ പോകില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് എൻ്റെ മ്യൂസിക്. ഒരു രക്ഷയില്ല. ചില പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും, ആ ട്യൂൺ നമ്മുടെ മനസ്സിൽ നിൽക്കും, അത്രയും ഗംഭീരമാണ്. ഇതെല്ലാം കൂടി കിടിലനായിട്ട് മാനേജ് ചെയ്ത് റയാൻ കോഗ്ലർ ഡയറക്റ്റ് ചെയ്തു.
സൂപ്പർ മൂവി. എനിക്കറിയില്ല, എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ ഇതിനെക്കുറിച്ച് പറയാം, ഇത്രയും എന്ത് പറയും, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റാണ്ട് ഞാൻ ആദ്യത്തെ ദിവസം വീഡിയോ തന്നെ ചെയ്യാമായിരുന്നു. ഇതിലെനിക്കൊരു സീക്വൻസ് ഉണ്ട്, ഇതിൽ മ്യൂസിക്കിന് മാജിക് ഉണ്ടെന്ന് പണ്ട് ഇതിൽ ഒരാൾ പാട്ട് പാടും, വിത്ത് മ്യൂസിക്. ആ പാട്ട് പാടുമ്പോൾ ഇതിങ്ങനെ ഐമാക്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങനെ ആ മാജിക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നിട്ട്. ആക്ച്വലി പാട്ട് ഭയങ്കര നല്ലതാണ്, നമുക്ക് പാട്ടിലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമ്പോൾ ഇതിലെ മാജിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ടൈം ബാരിയർ ബ്രേക്ക് ആവും. ടൈം ബാരിയർ ബ്രേക്ക് ആയിട്ട് ആ ഒരു എൻ്റെ സ്ഥലത്ത് എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ അതിലേക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിലെ മ്യൂസിക്കും ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രഡീഷണൽ മ്യൂസിക്കും അല്ലാത്ത മ്യൂസിക്കും എല്ലാം കൂടി കൾച്ചറൽ ആ എൻ്റെ മ്യൂസിക് കൾച്ചർ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഒരുമിച്ച് വന്നൊരു എൻ്റെ ഒരു എൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. അതെൻ്റെ മനസ്സിലിങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതും ഈ സാധനങ്ങളും എൻ്റെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കുമായിരുന്നു അന്ന് രാത്രി വരെ. അത് അങ്ങനെ എനിക്ക് സംഭവിക്കുന്ന സിനിമ എനിക്ക് അത്ര ഇഷ്ടം മാത്രമാണ്, അത്ര ഇമ്പാക്റ്റ് എനിക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. എനിക്കറിയില്ല, ഒരുപാട് പറയാനുണ്ടാവും. കാരണം ഈ സിനിമ പറഞ്ഞുകൊണ്ട് നിർത്താനേ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എത്ര പറയാനുള്ളൂ. കാരണം ഇതൊരു ഒറിജിനൽ മൂവിയാണ്. ഈ നമ്മൾ എല്ലാവരും IP മൂവീസാണ് വരുന്നത്, കോമിക്സ് ബേസ്ഡുള്ള സിനിമയാണ്, സീക്വൽസ് മാത്രം വരുന്നത്. കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഇതുപോലത്തെ ഇത്രയും കിടിലനായിട്ടുള്ളൊരു ഒറിജിനൽ മൂവി വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശമാണ്. ഞാൻ ഫസ്റ്റ് ഡേ കാണുമ്പോൾ എനിക്കിത്തിരി വിഷമമുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത്ര ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 10:30 ഷോയ്ക്കൊക്കെ ശനിയാഴ്ചയൊക്കെ സിനിപോൾസിലൊക്കെ ഐമാക്സ് നല്ലോണം ആളുണ്ട്. കൊച്ചിയിൽ, ബാംഗ്ലൂരൊക്കെ ആളുണ്ട്, ചെന്നൈയിലും ആളുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ കൂടി സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ കുറേ കൂടി പുഷ് ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ പരമാവധി ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല രസമാണ് ഐമാക്സിൽ കാണാൻ. ഡോണ്ട് മിസ് ദിസ്. ഇപ്പോൾ ഓൾറെഡി വേറെ സിനിമ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എന്നാലും ഐമാക്സിലൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ കാണാൻ പറ്റില്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ ടിക്കറ്റ് റേറ്റ് കുറയുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാൻ ശ്രമിക്കുക. എനിക്ക് പറയാനുള്ളത് ഡോണ്ട് മിസ് ദിസ് ഐമാക്സ് എന്ന് മാത്രമാണ്. അത്രയ്ക്ക് ഗംഭീരമാണ്, ഫുൾ ഓൺ സാറ്റിസ്ഫൈഡ് മൂവി. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഐമാക്സിൽ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അടുത്ത് കമൻറ്റ് പറയുക. ഇനി അതിൽ അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.